തസ്ബീഹ നിസ്കാരം എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ അത് പലർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ്. എപ്പോഴാണ് അതിൻ്റെ സമയം, എങ്ങനെയാണ് അതിൻ്റെ രൂപം, എത്ര റക്അത്താണ് എന്ന അനുബന്ധമായ ഒരുപാട് വിഷയങ്ങളിൽ സംശയിക്കുന്നവരുണ്ടാവും. ഈ തസ്ബീഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ റമദാനിലും അതുപോലെ തന്നെ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെയാണ് നിസ്കരിക്കുക എന്നുണ്ടെങ്കിലും അത് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ്. അഥവാ മുത്തലഖ് സുന്നത്ത് നിസ്കാരമാണ്. നിസ്കാരം നിഷിദ്ധമാക്കപ്പെട്ട സമയങ്ങളിലല്ലാതെ എപ്പോഴും നിസ്കരിക്കാം. അപ്പോൾ സുബഹിന്റെ ശേഷം ഉദയം വരെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്. അതുപോലെ തന്നെ അസറിന് ശേഷം സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയം, ഇങ്ങനെ അല്ലാത്ത എല്ലാ സമയത്തും നിസ്കരിക്കുക. രാത്രിയെന്നോ പകലെന്നോ റമദാനാണ് അല്ല എന്നൊന്നും വ്യത്യാസമില്ല. 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം വരുന്നത്. അത് തന്നെ പകലിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കാം. ളുഹറൊക്കെ നിസ്കരിക്കുന്ന പോലെ ഒന്നിച്ച് ഒറ്റ സലാം വീട്ടൽ കൊണ്ട് നിസ്കരിക്കാം. എന്നാൽ രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ രണ്ട് റക്അത്തായിട്ട് ഓരോ 2 റക്അത്ത് കൂടുമ്പോഴും സലാം വീട്ടി അങ്ങനെ നിസ്കരിക്കുക. അതാണ് ഉത്തമം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും നിസ്കരിക്കാം. കാരണം ജമാഅത്തായിട്ടേ നിസ്കരിക്കാവുന്നോ, അല്ലെങ്കിൽ ജമാഅത്ത് സുന്നത്ത് ഈ നിസ്കാരത്തിൽ ഇല്ല എന്നുള്ളതാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരം. അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്ന് കരുതിയിട്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന് വെച്ചാൽ അതില്ല. അഥവാ ഇതിൽ ജമാഅത്ത് സുന്നത്തില്ല. തറാവീഹ് നിസ്കാരം അങ്ങനല്ല. തറാവീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. അപ്പൊ സ്ത്രീകൾക്ക് വീട്ടിൽ ഒറ്റക്കൊറ്റക്ക് തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ആരെങ്കിലൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ തന്നെ അതിനെ എതിർക്കേണ്ടതുമില്ല. അതിപ്പോൾ നമ്മൾ വലിയ സമ്മേളനങ്ങളിലൊക്കെ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ ജമാഅത്താക്കാറുണ്ട്. അത് എല്ലാവർക്കും ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയാണ്. ജമാഅത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജമാഅത്ത് ആക്കരുത്, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നൊരിക്കലും കിട്ടൂല. അത് ഹലാൽ തന്നെയാണ്. അത് ഈ പറയുന്ന ഒരു മസ്ലഹത്ത്, ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകളും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീങ്ങി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും ഈ നിസ്കാരം കൊണ്ട് സാധിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിസ്കരിക്കണം, ഇല്ലെങ്കിൽ ആയുസ്സിലൊരിക്കൽ എന്തായാലും നിർവഹിക്കണം, നിസ്കരിക്കണം എന്ന് മഹാന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അഥവാ ഈ നിസ്കാരത്തെ നിസ്കരിക്കാതെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിനെ നിസാരപ്പെടുത്തലാണ് എന്ന് ഗൗരവത്തോടെ മഹാന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് ഈ ഒരു റമദാനിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലാകുമ്പോൾ ഇതിനൊക്കെ ഒന്നുകൂടെ പവിത്രത കൂടും. അതുകൊണ്ടാണ് പഴയ കാലത്ത് തന്നെ റമദാനിലും ലൈലത്തുൽ ഖദറിലൊക്കെ ഈ തസ്ബീഹ് നിസ്കാരം വന്നത്. അന്ന് നിസ്കരിക്കുമ്പോൾ ഏതായാലും ആയുസ്സിലൊന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന വർഷത്തിലൊന്നോ ഒക്കെ നിസ്കരിക്കണമല്ലോ. അത് റമദാനിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ രാവുകളിലൊക്കെ ആകുമ്പോൾ അതൊന്നുകൂടെ അതിനൊരു മഹത്വമല്ലേ എന്ന് കരുതിയിട്ടാണ് ഈ റമദാനിലേക്ക് ഈ തസ്ബീഹ് നിസ്കാരം കയറി വരുന്നത്. അത് പഴയ കാലത്ത് തന്നെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് നല്ലതുമാണ്. ഏതായാലും വർഷത്തിൽ ഒരിക്കലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് റമദാനിലായാൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം തന്നെ കുറേ തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ തറാവീഹ് നമ്മൾ 20 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ അന്ന് വേറെ തറാവീഹ് നിസ്കരിക്കൂലല്ലോ. എന്നാൽ ഇതങ്ങനല്ല. തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞു, തൊട്ടുടനെ തന്നെ ആൾക്ക് വീണ്ടും നിസ്കരിക്കണം തോന്നുകയാണ്, എന്നാൽ 4 നിസ്കരിച്ചു വീണ്ടും, അന്ന് തന്നെ വീണ്ടും നിസ്കരിക്കണം തോന്നുകയാണ്, അങ്ങനെ നിസ്കരിച്ചു, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇത് മുത്തലഖ് സുന്നത്ത് നിസ്കാരമാണ്. അപ്പൊ നമ്മൾ കഴിവിന്റെ പരമാവധി റമദാനിൽ മാത്രം ചുരുക്കാതെ മാസത്തിലൊന്ന്, ഏതെങ്കിലും മാസത്തിന്റെ ഒരു കൃത്യമായ ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചാൽ വെറും 15 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ്. എന്നാൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അതിന്റെ ഒരു ബെനിഫിറ്റും മഹത്വം എന്ന് പറഞ്ഞാൽ അത് അറ്റമില്ലാത്തതുമാണ്. ഇനി നമുക്കതിന്റെ ആ ഒരു രൂപം ഒന്ന് വിശദീകരിക്കാം. മൊത്തം ഈ 4 റക്അത്തിലും കൂടെ ആയിട്ട് നമ്മൾ 300 തസ്ബീഹാണ് ചൊല്ലുക. ഇതിലെ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിന്റെ പേര് തന്നെ തസ്ബീഹ് നിസ്കാരം. ഇവിടെ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഓരോ തക്ബീറുകൾക്കിടയിലും നമ്മൾ ചൊല്ലുന്ന നമുക്ക് സുപരിചിതമായ തസ്ബീഹ് തന്നെയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് 4 റക്അത്തിലും കൂടെ 300 തവണ എന്ന് പറയുമ്പോൾ ഒരു റക്അത്തിൽ 75 തവണ എന്നുള്ളതാണ്. അത് പിന്നെ തസ്ബീഹ് സുന്നത്ത് നിസ്കാരമായ തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത്, ഈ 4 റക്അത്ത് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നേരെ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നിസ്കരിക്കുന്ന പോലെ തന്നെ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, ആ സൂറത്ത് കഴിഞ്ഞാൽ അവിടെ 15 തസ്ബീഹ് നമ്മൾ ചൊല്ലുക. ആ 15 തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ നേരെ റുക്കൂയിലേക്ക് പോവുക. ആ റുക്കൂയിലും ചൊല്ലാനുള്ള ദിക്ർ സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദി 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ റുക്കൂയിൽ 10 തവണ, ഇഅ്തിദാലിൽ 10 തവണ തസ്ബീഹ്. പിന്നെ സുജൂദിൽ പോകുന്നു 10 തവണ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുന്നു, അവിടെയും ചൊല്ലാനുള്ള ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് എല്ലാ സ്ഥലത്തും ഈ തസ്ബീഹുകളുണ്ട്. അപ്പോൾ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 തവണ, വീണ്ടും രണ്ടാമത്തെ സുജൂദ്, അവിടെയും 10 തവണ. ഇപ്പോൾ 65 തവണയായി. ഇനി ഒരു 10 ഉണ്ട്. അത് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കും. എങ്ങോട്ട്? രണ്ടാമത്തെ റക്അത്തിലേക്ക്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തുണ്ട്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നേരെ നൃത്തത്തിലേക്ക് വരാതെ ഒന്ന് ഇരുന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊങ്ങലാണ്.
എന്നാൽ ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വന്നാൽ അവിടെ ഇരിക്കുക. എന്നിട്ട് ഈ 10 തസ്ബീഹ് ചൊല്ലുക. അവിടെ പിന്നെ പ്രത്യേകം വേറെ ദിക്റൊന്നും ചൊല്ലാനില്ലല്ലോ. സാധാരണഗതിയിൽ നിസ്കാരത്തിൽ നമ്മൾ അവിടെ ഒരു സെക്കൻഡ് ഇരുന്ന് ഇങ്ങോട്ട് എണീക്കലാണ്. അപ്പൊ അവിടെ സാധാരണ ഒന്നും ദിക്ർ ചൊല്ലാനില്ല. അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിൽ ഈ 10 തസ്ബീഹ് അവിടെ ചൊല്ലുക. എന്നിട്ട് അല്ലാഹു അക്ബർ എന്നൊന്നും പറയാതെ തക്ബീർ ചൊല്ലാതെ തന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് ആ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് നേരെ എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി. അവിടെ തക്ബീർ വേണ്ട. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തും ഇതുപോലെ തന്നെ തുടരുക. രണ്ടാമത്തെ റക്അത്തിൽ അവസാനം ഇസ്തിറാഹത്തിന്റെ ഇരുത്തല്ല ഉണ്ടാവുക, അത്തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്താണ്. ആ ഇരുത്ത ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ആദ്യം തന്നെ ഈ 10 തസ്ബീഹ് അങ്ങ് ചൊല്ലുക. എന്നിട്ട് അത്തഹിയ്യാത്തും അതിന്റെ സ്വലാത്തും ദുആഉം ചെയ്ത് സലാം വീട്ടുക. ഇങ്ങനെ ഇതിപ്പോ ഈ രണ്ട് റക്അത്താവുമ്പോഴാണ്. ഇനി അതല്ലെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അത് പകലിൽ നിസ്കരിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. രാത്രി നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് റക്അത്തിൽ സലാം വീട്ടിയിട്ട് അങ്ങനെ നിസ്കരിക്കുക. 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഓരോ റക്അത്തിലും ഈ പറയുന്ന ഇത് ആവർത്തിച്ച് വരുമ്പോൾ മൊത്തം 300 തസ്ബീഹ് നമ്മൾ ഈ നിസ്കാരത്തിൽ ചെയ്യും. ഇനിയിപ്പോ ഇവിടെ ഒരു വിഷയം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഒരാള് ഫാത്തിഹയും സൂറത്ത് ഓതി നേരെ റുക്കുവിലേക്ക് അങ്ങ് പോയി. ഇവിടെ ഫാത്തിഹന്റെ ശേഷം അല്ലെങ്കിൽ സൂറത്ത് ഓതിയിട്ട് നൃത്തത്തിൽ ചൊല്ലേണ്ട 15 ചൊല്ലാൻ വിട്ടുപോയി. അല്ലെങ്കിൽ റുക്കുവിൽ പിന്നെ ചൊല്ലാനുള്ള ദിക്റും 3 ചൊല്ലിയിട്ട് സാധാരണ വേഗം സമീഉല്ലാഹി ലിമൻ ഹമിദ എന്ന് പറയാറല്ലേ എന്ന് കരുതി സമീഉല്ലാഹി ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയർന്നു, തസ്ബീഹ് ചൊല്ലിയിട്ടില്ല. എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ പറ്റും. അത് സുജൂദിൽ വീണ്ടെടുക്കുക. റുക്കുവിൽ ഉള്ളത് മിസ്സായി പോയാൽ അതിനെ സുജൂദിൽ വീണ്ടെടുക്കുക, ഇഅ്തിദാലിൽ വീണ്ടെടുക്കരുത്. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കരുത്. നൃത്തത്തിൽ മിസ്സായി പോയത് നമുക്ക് റുക്കുവിൽ വേണമെങ്കിൽ വീണ്ടെടുക്കാൻ പറ്റും. അഥവാ റുക്കുവിൽ 10 ചൊല്ലുന്നത് നൃത്തത്തിൽ 5, 10, 15 എത്രയും മിസ്സായി പോയത് അത് ഇവിടെ കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റുക്കുവിൽ 10 നമ്മൾ ചൊല്ലാൻ മറന്ന് സമീഉല്ലാഹി ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്നാൽ പിന്നെ നേരെ റുക്കുവിലേക്ക് തന്നെ പോകരുത്. അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. നേരെ നമ്മൾ ഇഅ്തിദാലിൽ ചൊല്ലാനുള്ളത് ചൊല്ലി സുജൂദിൽ പോയി സുജൂദിൽ ചൊല്ലാനുള്ള 10 ചൊല്ലിയിട്ട് റുക്കുവിലത്തത് 10 കൂടെ അവിടെ കൂട്ടിക്കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആകെ കൺഫ്യൂസ്ഡ് ആയി കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്കും പിന്നെ ഈ പറയുന്ന രൂപത്തിൽ അസ്ല സുന്നത്ത് ലഭിക്കുന്നതാണ്. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തസ്ബീഹ് മാറിയാലും അതിൽ വിഷമിക്കേണ്ടതില്ല. അവർക്കും അസ്ല സുന്നത്ത് ലഭിക്കും. അഥവാ റുക്കുവിൽ ചൊല്ലേണ്ട ആ 10 ചൊല്ലാതെ ഒരാൾ ഇങ്ങോട്ട് എഴുന്നേറ്റു, അത് അദ്ദേഹം വീണ്ടെടുത്തതുമില്ല, എന്നാലും അയാൾക്ക് ഇതിന്റെയൊക്കെ ഒരു സുന്നത്തിന്റെ ഒരു ചുരുങ്ങിയ രൂപം അയാൾക്കും ലഭിക്കും, അതിന്റെ പ്രതിഫലം ലഭിക്കും. ഇനി ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്തു, പക്ഷെ ഒരു തസ്ബീഹ് പോലും ആ നിസ്കാരത്തിൽ ചൊല്ലിയില്ല, എന്നാൽ അത് മുത്തലഖ് സുന്നത്ത് നിസ്കാരം, നിരുപാധികമായിട്ട് നമ്മളൊക്കെ എപ്പോഴും നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, അതിന്റെ ഗണത്തിലാണ് അത് പെടുക. അത് തസ്ബീഹ് നിസ്കാരമായിട്ട് പരിഗണിക്കൂല എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ ഇതിൽ ഫാത്തിഹയ്ക്ക് ശേഷം 4 റക്അത്തിലും സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ സൂറത്ത് ഏതാകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്ന തന്നെ ആവണം എന്ന നിബന്ധന ഇല്ല എന്നതാണ്. അഥവാ ഇപ്പോൾ വലിയ സൂറത്തിന്റെ ചെറിയ കഷ്ണമായത്ത് ഓതുന്നതിനേക്കാൾ നല്ലത് പൂർണ്ണമായ ഒരു സൂറത്ത് ചെറുതാണെങ്കിലും അത് ഓതുന്നതാണ്. എന്നാലും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, 1-ാമത്തെ റക്അത്തിൽ സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 3-ാമത്തെ അഥവാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത്, 3-ാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത്, 4-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അത് പറയാനുള്ള കാരണം, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്തു സൽസല അത് ഖുർആനിന്റെ പകുതിയോട് കിടപിടിക്കുന്ന സൂറത്താണ്. സൂറത്തുൽ കാഫിറൂൻ ഖുർആന്റെ 4/1 കിടപിടിക്കുന്ന സൂറത്താണ്. ഇഖ്ലാസ് ഖുർആന്റെ 3/1 കിടപിടിക്കുന്ന സൂറത്താണ്. സൂറത്തുൽ നസ്ർ എന്ന് പറയുന്ന ഇദാ ജാഅ സൂറത്ത് അത് സന്തോഷത്തിന്റെയും, സൂറത്തുൽ ബിശാറത്തി വ തഅസിയ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അഥവാ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സന്തോഷ വാർത്തയുടെയും സൂറത്താണ്. അപ്പൊ ഇത് ഓതുന്നത് നല്ലതാണ് എന്ന് പല മഹാന്മാരും പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ അതിന് പോരിശയുണ്ട് എന്നതുകൊണ്ട്. ഇനി അതല്ല, ഏത് സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതി എന്ന സുന്നത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി ഈ വർഷം തസ്ബീഹ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെയുള്ള പോരിശകളൊക്കെ നമുക്ക് ലഭിക്കും. എത്രയാണ് നമ്മുടെ ആയുസ്, ഇനി അടുത്ത വർഷം നിസ്കരിക്കുക അല്ലെങ്കിൽ അടുത്ത മാസം നിസ്കരിക്കുക എന്നൊക്കെ നമ്മൾ കരുതുന്നത് വളരെ വലിയ അബദ്ധമാണ്. ഇപ്പോഴത്തെ പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് എത്രയൊക്കെ ആയുസാണ് ലഭിക്കുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെ ഇത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അങ്ങോട്ടും ഓരോ മാസത്തിലാണെങ്കിൽ അങ്ങനെ, 3 മാസം കൂടുമ്പോഴാണെങ്കിൽ അങ്ങനെ, 6 മാസത്തിലാണെങ്കിൽ അങ്ങനെ, വർഷത്തിൽ ഒരിക്കൽ എന്തായാലും നമ്മളത് നിർവഹിക്കേണ്ടതാണ്. കാരണം അത് ദീനിനെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.